ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ എല്ലാവരും ഫിൻ ടെസ്റ്റ് ഒക്കെ എഴുതിയാണ്ട് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ എക്സാമൊക്കെ നല്ല രീതിക്ക് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മൾ ഇന്നത്തെ ബയോളജീൻ്റെ ഫിൻ ടെസ്റ്റിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ അടുത്ത എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അടുത്ത എക്സാമിന് മിസ്റ്റേക്കുകളില്ലാതെ നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതായാലും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നോക്കിക്കോളൂ, ശ്രദ്ധിക്കാം, നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സുവോളജി വെച്ചിട്ട് തുടങ്ങാം. ഫസ്റ്റ് സുവോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, ആൻസർ എനി 3 questions from 1 to 4 ഈച്ച് ക്യാരീസ് 1 score എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കണേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനോമിയൽ നോമെൻക്ലേച്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ആര്? കരോലസ് ലിനേയസ് അഥവാ കാൾ ലിനേയസ് നമ്മൾ വിളിക്കും. ഓക്കെ, കാൾ ലിനേയസ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബൈനോമിയൽ നോമെൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഐസ് ഓഫ് ഫ്രോഗ് ആർ കവേർഡ് ബൈ എ മെംബ്രെയിൻ കോൾഡ്. ഫ്രോഗിൻ്റെ കണ്ണുകളെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ്റെ പേരാണ് മക്കളെ എന്ത്? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. പറ മക്കളെ, എന്താ മെംബ്രെയിൻ്റെ പേര്? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ പേരെന്താ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ഓക്കെ, കണ്ണിലൂടെ വെള്ളം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളം കയറുന്നത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെംബ്രെയിൻ ആണെന്ത്? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. നെക്സ്റ്റ് വൺ നോക്കാം. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ. നിങ്ങൾ കേട്ടില്ലേ? വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണപ്പെടുന്നത് ഏത് ഫൈലത്തിലാണ്? എക്കൈനോഡെർമാറ്റയിലാണ്. എക്കൈനോഡെർമാറ്റക്കാണ് എന്തുള്ളത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളത്. എക്കൈനോഡെർമാറ്റക്ക് ഇതിൽ ഏത് എക്സാമ്പിൾ? ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ടയാണ്, അനലിഡാണ്. നീറീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതും അനലിഡാണ്. പ്രോൺ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്, ആർത്രോപോഡാണ്. സ്റ്റാർ ഫിഷ് എന്താണ്? എക്കൈനോഡെർമാറ്റയാണ്. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് കേട്ടോ വരിക ഓപ്ഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് മൊളുസ്ക. മൊളുസ്കൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. മൊളുസ്കൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാടാ? ഗിൽസ് അല്ലേ? മൊളുസ്കൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? ഗിൽസാ. മൊളുസ്കൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനും റെസ്പിറേറ്ററി ഓർഗനും സെയിം ആണ്, രണ്ടും എന്താണ്? ഗിൽസ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും 8 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതെങ്കിലും 8 എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കുക, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കോളൂ. നെയിം ദ സയൻറ്റിഫിക് നെയിം ആൻഡ് ഫാമിലി ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, സയൻറ്റിഫിക് നെയിമും ഫാമിലിയും എഴുതണം. ഹണീബിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? ലിവിങ് വേൾഡത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താ ഹണീബിൻ്റെ സയൻറ്റിഫിക് നെയിം? ഹണീബിൻ്റെ സയൻറ്റിഫിക് നെയിം ആണോ മക്കളെ? മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ, എന്താ ഹണീബിൻ്റെ സയൻറ്റിഫിക് നെയിം? മസ്ക ഡൊമസ്റ്റിക്ക. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? ട്രിട്ടിക്കം എയ്സ്റ്റിവം. കേട്ടിട്ടുണ്ടാവും. ഓക്കെ, വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? ട്രിട്ടിക്കം എയ്സ്റ്റിവം. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കൂ, ഹണീബിൻ്റെ ഫാമിലി. ഓക്കെ, ഏതാ ഹണീബിൻ്റെ ഫാമിലി? ഫാമിലിയാണ് എഴുതുന്നുണ്ട് കേട്ടോ. ഹണീബിൻ്റെ ഫാമിലി ആണെന്ത്? മസ്കിഡേ. ഏതാ ഹണീബിൻ്റെ ഫാമിലി? മസ്കിഡേ. വീറ്റിൻ്റെ ഫാമിലി ഏതാ? വീറ്റിൻ്റെ ഫാമിലി ആണെന്ത്? പൊയേസിയെ. പറയാം മക്കളെ, വീറ്റിൻ്റെ ഫാമിലി ഏതാ? പൊയേസിയ ആണെന്ത്? വീറ്റിൻ്റെ ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ്. മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതാം. ഓക്കെ, എന്തൊക്കെയാണ് 2 ഡിഫറൻസ്? മെയിൽ ഫ്രോഗിന് മാത്രം കാണപ്പെടുന്ന 2 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ആ 2 ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതി കൊടുക്കണം. എന്തൊക്കെയാണ് 2 ഫീച്ചേഴ്സ്? ഒന്നാമത്തെ ഫീച്ചറാണ് മക്കളെ എന്ത്? സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്സ്. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ബൾജഡ് റീജിയൻ ഉണ്ട് നെക്കിൻ്റെ ഭാഗത്തായിട്ട്, അതിനെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്സ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്തതോ കോപ്പുലേറ്ററി പാഡ്. ഓക്കെ, കോപ്പുലേറ്ററി പാഡ് ഓൺ എവിടെ? ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർ ലിംബ്. ഓക്കെ, ഫോർ ലിംബിൻ്റെ ആദ്യത്തെ ഡിജിറ്റിൽ ഓക്കെ എന്തുണ്ട്? കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണെന്ത്? 2 കാര്യങ്ങൾ. അടുത്ത നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 3 ടൈപ്സ് ഓഫ് സീലം വിത്ത് എനി 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓക്കെ, ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് സീലം? എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കുക, ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് സീലം? ഒന്നാമത്തിൻ്റെ പേരാണ് മക്കളെ അസീലോമേറ്റ്സ്. ഓക്കെ, അസീലോമേറ്റ്സ്. പിന്നെ രണ്ടാമത്തിൻ്റെ പേരാണ് മക്കളെ എന്ത്? സ്യൂഡോസീലോമേറ്റ്സ്. പറയാം മക്കളെ, രണ്ടാമത്തിൻ്റെ പേരെന്താ? സ്യൂഡോസീലോമേറ്റ്സ്. പിന്നെ മൂന്നാമത്തതാണെങ്കിലാണെന്ത്? സീലോമേറ്റ്സ്.
പറയൂ, മൂന്നാമത്തെ എന്താ? സീലോമേറ്റ്സ്. അപ്പോൾ 3 ടൈപ്പ് സീലം ഉണ്ട് കേട്ടോ. അസീലോമേറ്റ്സ് ഉണ്ട്, സ്യൂഡോസീലോമേറ്റ്സ് ഉണ്ട്, സീലോമേറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പറയാണ് സീലം ആബ്സെൻറ്റ് അല്ലെങ്കിൽ അനിമൽസ് വിത്തൗട്ട് സീലം. സീലം ഇല്ലാത്ത അനിമൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? അസീലോമേറ്റ്സ്. ഓക്കെ, എന്നാൽ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറഞ്ഞാലോ അനിമൽസ് വിത്ത് ഫാൾസ് സീലം. ഓക്കെ, ഫാൾസ് സീലം ഉള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്യൂഡോസീലോമേറ്റ്സ്. എന്നാൽ സീലോമേറ്റ്സോ അനിമൽസ് വിത്ത് ട്രൂ സീലം. ട്രൂ സീലം ഉള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണെന്ത്? സീലോമേറ്റ്സ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അസീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ് മക്കളെ ഏതൊക്കെയാ? പോരിഫറ ടു പ്ലാറ്റിഹെൽമിന്തസ്. പോരിഫറ മുതൽ പ്ലാറ്റിഹെൽമിന്തസ് വരെ എല്ലാവർക്കും എന്താ ഉള്ളത്? അസീലോമേറ്റ്സ് അല്ലേ? പോരിഫറ ടു പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ഫൈലം വിട്ടു. പോരിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ, ഇനി സ്യൂഡോസീലോമേറ്റ്സ് ആണെങ്കിലോ ഒറ്റ ഫൈലമുള്ളൂ. സ്യൂഡോസീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ് മക്കളെ എന്ത്? ആഷെൽമിന്തസ്. സ്യൂഡോസീലോമേറ്റ്സിന് എക്സാമ്പിൾ എന്താ? ആഷെൽമിന്തസ്. ഓക്കെ, ഇനി സീലോമേറ്റ്സിന് എക്സാമ്പിൾ എന്താ? ആഷെൽമിന്തസ് കഴിഞ്ഞാൽ അടുത്ത ഫൈലമാണെന്ത്? അനലിഡ. അനലിഡ ടു കോഡാറ്റ. അനലിഡ മുതൽ കോഡാറ്റ വരെ എല്ലാ ഫൈലങ്ങൾക്കും എന്താ ഉള്ളത്? സീലോമേറ്റ്സ് ആണ്, അഥവാ ട്രൂ സീലമുള്ള അനിമൽസ് ആണ്. അപ്പോൾ ഇതാണ് സീലത്തിനനുസരിച്ച് 3 ടൈപ്പ് ഓഫ് അനിമൽസും അവരുടെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയുകയാണ്, നോക്കിക്കോളൂ. റൈറ്റ് ദ 2 ടൈപ്സ് ഓഫ് പോർട്ടൽ സിസ്റ്റം ഇൻ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഫ്രോഗിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 ടൈപ്പ് ഓഫ് പോർട്ടൽ സിസ്റ്റം. ഏതൊക്കെ 2 ടൈപ്പ് ഓഫ് പോർട്ടൽ സിസ്റ്റം? ഒന്നാമത്തിൻ്റെ പേരാണ് മക്കളെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. പറയാം മക്കളെ, ഒന്നാമത്തിൻ്റെ പേരെന്താ? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. പിന്നെ രണ്ടാമത്തിൻ്റെ പേരോ റീനൽ പോർട്ടൽ സിസ്റ്റം. പറയാം മക്കളെ, രണ്ടാമത്തിൻ്റെ പേരെന്താ? റീനൽ പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്, പിന്നെ എന്തുണ്ട്? റീനൽ പോർട്ടൽ സിസ്റ്റം ഉണ്ട്. എന്താ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വീനസ് കണക്ഷൻ. സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ. ലിവറും ഇൻഡസ്റ്റൈനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. എന്നാൽ എന്താണ് റീനൽ പോർട്ടൽ സിസ്റ്റം? ഓക്കെ, റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വീനസ് കണക്ഷൻ. വീനസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിൻസ് വെച്ചിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? റീനൽ പോർട്ടൽ സിസ്റ്റം ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ലോവർ ബോഡി പാർട്സ്. കിഡ്നിയും ലോവർ ബോഡി പാർട്സും തമ്മിലുള്ള സിസ്റ്റമാണെന്ത്? സ്പെഷ്യൽ വീനസ് കണക്ഷൻ ആണെന്ത്? റീനൽ പോർട്ടൽ സിസ്റ്റം. ഇതാണ് 2 ടൈപ്പ് ഓഫ് പോർട്ടൽ സിസ്റ്റം ഇൻ ഫ്രോഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ഈച്ച് ഫൈലം ഫ്രം ദ ക്യാരക്ടർ ഗിവൺ. ഓക്കെ, 4 ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫൈലങ്ങളുടെ പേര് എഴുതാൻ. ഫസ്റ്റ് വൺ, കോംബ് പ്ലേറ്റ്സ് ആർ ദ ലോക്കോമോട്ടറി ഓർഗൻസ്. ആർക്കാ കോംബ് പ്ലേറ്റ്സ് ഉള്ളത്? നിങ്ങൾക്ക് അറിയാലോ, കോംബ് പ്ലേറ്റ്സ് ഉള്ളത് ആർക്കാ? ടീനോഫോറക്കാണ്. കോംബ് പ്ലേറ്റ്സ് ടീനോഫോറിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ ആണെന്ത്? കോംബ് പ്ലേറ്റ്സ്. രണ്ടാമത്തത്, ഷോ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആരാ കാണിക്കുക? നിഡേറിയ അല്ലേ, അല്ലെങ്കിൽ സീലിൻഡ്രാറ്റ എന്നും പറയാം. നിഡേറിയ അല്ലെങ്കിൽ സീലിൻഡ്രാറ്റയാണ് എന്ത് കാണിക്കുക? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുക. സി നോക്കൂ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആർക്കാ ഉള്ളത്? എക്കൈനോഡെർമാറ്റിക് അല്ലേ എന്തുള്ളത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉള്ളത്. അടുത്തതോ, ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക്. പ്രൊബോസിസും കോളാറും ട്രങ്കും ഉള്ളത് ആർക്കാണ്? ഹെമികോഡാറ്റക്കാണ്. പറയാം മക്കളെ, ആർക്കാണ്? ഹെമികോഡാറ്റക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ എഴുതിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഫ്രോഗ് വെൻ ഓൺ ലാൻഡ്, ഓൺ വാട്ടർ ആൻഡ് ഡ്യൂറിങ് എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. ഫ്രോഗിൻ്റെ പല ടൈപ്പ് ഓഫ് റെസ്പിറേഷനെ കുറിച്ച് എഴുതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഫ്രോഗ് പിന്നെ വാട്ടറിൽ അയക്കുന്ന സമയത്ത് എന്ത് വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്താൻ തരും? നിങ്ങൾക്ക് സ്കിൻ വെച്ചിട്ടാണ്. ഓക്കെ, അത്തരം റെസ്പിറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഓക്കെ, പിന്നെ അടുത്തത് എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സമ്മർ സ്ലീപ്പിനെയും വിൻ്റർ സ്ലീപ്പിനെയും വിളിക്കുന്ന പേരാണെന്ത്? എസ്റ്റിവേഷനും ഹൈബർനേഷനും. എസ്റ്റിവേഷൻ്റെയും ഹൈബർനേഷൻ്റെയും സമയത്ത് എന്ത് വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുക? അവിടെയും സ്കിന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, എന്നാൽ
ലാൻഡിലായിരിക്കുമ്പോൾ എന്ത് വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടത്തുക? അവിടെ നമ്മൾ പറയും ലങ്സ് വെച്ചിട്ട് റെസ്പിറേഷൻ നടത്താം. കേൾക്കണേ, ലങ്സ് വെച്ചിട്ട് റെസ്പിറേഷൻ നടത്തുകയാണെങ്കിൽ അത്തരം റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണെന്ത്? പൾമനറി റെസ്പിറേഷൻ. പറയും മക്കളെ, എന്താ വിളിക്കുക? പൾമനറി റെസ്പിറേഷൻ. ഇനി അതല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി വെച്ചിട്ട് റെസ്പിറേഷൻ നടത്തും. എന്ത് വെച്ചിട്ടാ? ബക്കൽ ക്യാവിറ്റി വെച്ചിട്ട് റെസ്പിറേഷൻ നടത്തും. അതുമല്ലെങ്കിലോ സ്കിന്ന് വെച്ചിട്ടും എന്ത് നടത്താം? റെസ്പിറേഷൻ നടത്താം. ഇതാണ് ലാൻഡിലായിരിക്കുമ്പോഴും വാട്ടറിലായിരിക്കുമ്പോഴും എസ്റ്റിവേഷൻ്റെ ഹൈബർനേഷൻ്റെ സമയത്ത് ഫ്രോഗിൻ്റെ റെസ്പിറേഷൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബൽ ABCD. നിങ്ങൾക്കറിയാം ഒരു കോഡാറ്റിൻ്റെ ഡയഗ്രാണത്. ഓക്കെ, നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ലേബൽ ചെയ്യുക. ABCD എന്നുള്ളത് എന്ത് ചെയ്യുക? ലേബൽ ചെയ്യുക. ഓക്കെ, നോക്കുക. എ എന്താണ്? മുകളിലുള്ള സാധനമാണ് എ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ എന്താണ്? നെർവ് കോഡാണ്. എ എന്താ മക്കളെ? നെർവ് കോഡ്. എന്താ ബി? ബി എന്ന് പറഞ്ഞാൽ നോട്ടോ കോഡാണ്. പറയാം മക്കളെ, ബി എന്താ? നോട്ടോ കോഡാണ്. എന്താ സി? സി എന്ന് പറഞ്ഞാൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. പറയും, സി എന്താ? ഗിൽ സ്ലിറ്റ്സ് ആണ്. പിന്നെ ഡിയോ? ഡി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ആനൽ പാർട്ടാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ നെർവ് കോഡാണ്, ബി നോട്ടോ കോഡാണ്, സി ഗിൽ സ്ലിറ്റ്സ് ആണ്, ഡിയോ പോസ്റ്റ് ആനൽ പാർട്ടാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ. റൈറ്റ് അബൌട്ട് ദ 2 types ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ അനിമൽസ് വിത്ത് 1 example ഫോർ ഈച്ച്. അനിമൽസിൽ 2 ടൈപ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തിൻ്റെ പേരാണെന്ത്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. പിന്നെ എന്താ രണ്ടാമത്തിൻ്റെ പേര്? രണ്ടാമത്തിൻ്റെ പേരാണ് മക്കളെ, നോക്കുക, രണ്ടാമത്തിൻ്റെ പേരാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. രണ്ടാമത്തിൻ്റെ പേരെന്താ? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻകംപ്ലീറ്റും ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്. എന്താ ഇൻകംപ്ലീറ്റിൻ്റെ പ്രത്യേകത? ഇൻകംപ്ലീറ്റിൻ്റെ പ്രത്യേകത ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ്. ഓക്കെ, ഒരൊറ്റ ഓപ്പണിംഗ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെന്ത്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്നാൽ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലോ ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് 2 ഓപ്പണിങ്സ്. 2 ഓപ്പണിങ്സ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെന്ത്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇൻകംപ്ലീറ്റിൽ മൗത്തും ആനസും എന്താണ്? സെയിം ആണ്. മൗത്ത് ആൻഡ് ആനസ് ആർ സെയിം. ഓക്കെ, എന്നാൽ കംപ്ലീറ്റിലോ മൗത്ത് ആൻഡ് ആനസ് ആർ സെപ്പറേറ്റ്. മൗത്തും ആനസും എന്താണ്? സെപ്പറേറ്റ് ആണ്, വേറെ വേറെയാണ്. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. ഇൻകംപ്ലീറ്റിൻ്റെ എക്സാമ്പിൾ എന്താ? കംപ്ലീറ്റിൻ്റെ എക്സാമ്പിൾ എന്താ നോക്കാം. ഓക്കെ, ഇൻകംപ്ലീറ്റിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇൻകംപ്ലീറ്റിൽ പോരിഫർ ആബ്സെൻ്റാ. പോരിഫർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല. അപ്പോൾ നമ്മൾ പറയും ഇൻകംപ്ലീറ്റിൻ്റെ എക്സാമ്പിൾ ഒന്ന് നിഡേറിയ, രണ്ടാമത്തത് ടീനോഫോറ, മൂന്നാമത്തതോ പ്ലാറ്റിഹെൽമിന്തസ്. 3 എക്സാമ്പിൾ കേട്ടോ. ഏതൊക്കെ 3 എക്സാമ്പിൾ? നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്. എന്നാൽ കംപ്ലീറ്റിന് എക്സാമ്പിളോ? കംപ്ലീറ്റിന് എക്സാമ്പിളാണ് മക്കളെ എന്ത്? ആഷെൽമിന്തസ് ടു കോഡാറ്റ. ആഷെൽമിന്തസ് ടു കോഡാറ്റയാണ് എന്തിന് എക്സാമ്പിൾ? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഇതാണ് ഇൻകംപ്ലീറ്റും കംപ്ലീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹൈഡ്ര ആൻഡ് ഒറീലിയ. ഓക്കെ, ചോദിക്കണത് എന്താ? ഹൈഡ്ര പോളിപ്പാണ്. ഓക്കെ, ഹൈഡ്ര പോളിപ്പാണ്. ഒറീലിയ എന്താണ്? മെഡ്യൂസയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ചെയ്താലോ നമുക്ക്. ഹൈഡ്ര എന്താണ്? പോളിപ്പാണ്. ഒറീലിയോ മെഡ്യൂസയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പോളിപ്പും മെഡ്യൂസയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാ. ഓക്കെ, പോളിപ്പ് സെസൈലാണ്, എന്നാൽ മെഡ്യൂസയോ ഫ്രീ സ്വിമ്മിങ് ആണ്. ഓക്കെ, മെഡ്യൂസ ഫ്രീ സ്വിമ്മിങ് ആണ്. പിന്നെ പോളിപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ആണ്. പോളിപ്പ് എന്താണ് മക്കളെ? സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ആണ്. എന്നാൽ മെഡ്യൂസയോ? മെഡ്യൂസ അംബർല ഷേപ്പ്ഡ് ആണ്. പറ മക്കളെ, മെഡ്യൂസ എന്ത് ഷേപ്പാ? അംബർല ഷേപ്പ്ഡ് ആണ്. ഓക്കെ, പോളിപ്പിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ മെഡ്യൂസക്കോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹൈഡ്രയും ഒറീലിയും എന്തിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. പോളിപ്പും മെഡ്യൂസയാണെന്ന് മനസ്സിലാക്കിയ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണത്.
ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 2 questions ഫ്രം 14 to 16. ഓക്കെ, 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 അറ്റൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, റൈറ്റ് യൂണിവേഴ്സൽ റൂൾസ് ഫോർ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറയുകയാണ്, പിന്നെ ബൈനോമിയൽ നെയിംസ് ആർ ലാറ്റിൻ ഇൻ ദർ ഒറിജിൻ. ഓക്കെ, ഒറിജിൻ ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം ബൈനോമിയൽ നെയിംസ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിലാണ് നമ്മളെപ്പോഴും എന്തെഴുതുക, ബൈനോമിയൽ നെയിംസ് എഴുതുക. പിന്നെ നമ്മൾ പറയുകയാണ് ബൈനോമിയൽ നെയിമിൻ്റെ ഫസ്റ്റ് വേർഡിനെ, ഓക്കെ, ഫസ്റ്റ് വേർഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ജീനസ് നെയിം എന്ന് വിളിക്കും, ജീനസ് നെയിം എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറയുകയാണ് സെക്കൻഡ് വേർഡിനെ സ്പീഷീസ് നെയിം എന്ന് വിളിക്കും, സ്പീഷീസ് നെയിം. ഓക്കെ, പിന്നെ നമ്മൾ പറയാണ് ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. എന്നാൽ സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, സ്പീഷീസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും, സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ പറയുകയാണ്, നമ്മൾ ഒരു ബൈനോമിയൽ നെയിം നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യണം, ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അതല്ല ഹാൻഡ് റിട്ടൺ ആണെങ്കിലോ, കൈകൊണ്ട് എഴുതുകയാണെങ്കിലോ, എഴുതിയിട്ട് സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് റൂൾ നമ്മൾ പറയുകയാണ്, നെയിം ഓഫ് ഓതർ, പേര് കണ്ടുപിടിച്ച ആളുടെ പേര് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു അബ്രീവിയേറ്റഡ് ഫോമിൽ, ഒരു ഷോർട്ട് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. ഓക്കെ, അതിൽ എന്താ ലിൻ റെപ്രസെൻ്റ് ചെയ്യണത്, ലിൻ എന്ന് പറഞ്ഞാൽ ലിനേയസ് ആണ്, അഥവാ പേര് കൊടുത്ത ആളാണ്. ഓക്കെ, അപ്പോൾ ഒരു അബ്രീവിയേറ്റഡ് ഫോമിൽ ഓദറിൻ്റെ പേര്, ഓദർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരെന്നല്ല, പേര് കൊടുത്ത ആളെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും റൂൾസ്, ഇതിൽ ഏതെങ്കിലും ഒരു 2-3 റൂൾസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയാം, നോക്കിക്കോളൂ. റൈറ്റ് എനി 3 എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് റാണ ടൈഗ്രീന. ഫ്രോഗിൻ്റെ 3 എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എഴുതാൻ. ഓക്കെ, സിമ്പിൾ അല്ലേ. ദേ ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ക്രോപ്പ് നശിപ്പിക്കാൻ വരുന്ന ഇൻസെക്റ്റിനെ പോയിട്ട് ഫ്രോഗ് കഴിക്കും. അപ്പോൾ ക്രോപ്പിനൊരു പ്രൊട്ടക്ഷൻ ആണത്. ഓക്കെ, അടുത്തത് ദേ മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. ഓക്കെ, ഇവരെന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് ദേ ആർ ആൻ important link in food chain and food web. ഓക്കെ, ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും ഇവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എക്കോളജിക്കൽ ബാലൻസ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്ത നമ്മൾ പറയുകയാണ് മസ്കുലാർ ലെഗ്സ്. ഓക്കെ, മസ്കുലാർ ലെഗ്സ് ഓഫ് ഫ്രോഗ് ക്യാൻ ബി ഈറ്റൺ. കഴിക്കാൻ പറ്റും. ചില ആൾക്കാർ ഫ്രോഗിൻ്റെ ലെഗൊക്കെ കഴിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെന്ത് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രോഗ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 3 പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ് റൈറ്റ് ദ പാത്ത് വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസ്. ഓക്കെ, പാത്ത് വേ നമുക്ക് പറഞ്ഞൂടെ, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പാത്ത് വേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എങ്ങനെ നമ്മൾ പാത്ത് വേ എഴുതാം, ഫസ്റ്റ് നമ്മൾ പറയും ഓസ്റ്റിയ കൂടെ വെള്ളം കയറും. എന്നിട്ടോ സ്പോഞ്ചോസീൽ പറ മക്കളെ, എങ്ങോട്ടാ പോവാ, സ്പോഞ്ചോസീൽ. എന്നിട്ട് കൂടെ പുറത്തേക്ക് ഇറങ്ങുക, ഓസ്കുലത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് 3 ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് 3 ഫങ്ഷൻസ്. ഒന്നാമത്തെ ഫങ്ഷനാണ് മക്കളെ ഫുഡ് ഗ്യാതറിങ്. പറയും ഒന്നാമത്തെ ഫങ്ഷൻ എന്താ, ഫുഡ് ഗ്യാതറിങ്. രണ്ടാമത്തെ ഫങ്ഷനോ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്. രണ്ടാമത്തെ ഫങ്ഷൻ എന്താ, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്. മൂന്നാമത്തെ ഫങ്ഷനോ റിമൂവൽ ഓഫ്
വേസ്റ്റ്. ഓക്കെ, ഈ 3 ഫങ്ഷൻസ് ആണ് എന്തിനുള്ളത്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ നമുക്ക് പഠിക്കാനുള്ളത്? സുവോളജിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സുവോളജി കഴിഞ്ഞു. സുവോളജി 25 മാർക്കിനാണുള്ളത്. ഓക്കെ, പക്ഷേ അതിലേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ പോലെ. ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? ബോട്ടണിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, ബോട്ടണിയിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറസസ് ആർ കവേർഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? വൈറസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കോട്ടിൻ്റെ പേരെന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വൈറസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കോട്ടിൻ്റെ പേരാണെന്ത്? ക്യാപ്സിഡ്. എന്താ വിളിക്കുക? ക്യാപ്സിഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓർഗാനിസംസ് ആർ സെറ്റ് ടു ബി ദ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ്? അനിമൽസിനോട് കൂടുതൽ സിമിലാരിറ്റി കാണിച്ച ആദ്യത്തെ ഓർഗാനിസംസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആരാ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ്? പ്രോട്ടോസോൺസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രോട്ടോസോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഇൻ വിച്ച് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ? ഓക്കെ, ഏത് ഇൻഫ്ലോറസൻസിലാണ് മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? റെസിമോസ് ഇൻഫ്ലോറസൻസിലാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഔട്ടർ ലെയർ ഓഫ് സീഡ് കോട്ട് ഈസ് കോൾഡ്. ഒരു സീഡ് കോട്ടിന്റെ ഔട്ടർ ലെയറിനെ എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താ വിളിക്കുക? ടെസ്റ്റാ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല അതും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻ എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതി. 4 അറ്റൻഡ് ചെയ്താലും 3 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, 3 ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതോടുകൂടി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോവാം? 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മളെ 5ാമത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ ഫോളോയിങ് ഫിഗേഴ്സ് എ ആൻഡ് ബി ഷോസ് 2 ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ. ഐഡൻറ്റിഫൈ ദ പ്ലാസൻറ്റേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ. നോക്കുക, ഒന്നാമത്തെ പ്ലാസൻറ്റേഷൻ നിങ്ങൾക്കറിയാം ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. എന്നാൽ രണ്ടാമത്തതോ പരൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. ഓക്കെ, എന്താ ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആക്സൈൽ പ്ലാസൻറ്റേഷനിൽ പ്ലാസൻറ്റ ഈസ് ആക്സിയൽ. പ്ലാസൻറ്റ ആക്സിയൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഇൻ എ മൾട്ടിലോക്യുലാർ ഓവറി. ഒരു മൾട്ടിലോക്യുലാർ ആയിട്ടുള്ളൊരു ഓവറിയിൽ എന്താണ്? അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ചൈന റോസ്. ഓക്കെ, എന്നാൽ പരൈറ്റലിലോ? ഓക്കെ, എന്താ പരൈറ്റലിൻ്റെ പ്രത്യേകത? ഒവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ovary wall on the peripheral part. ഓക്കെ, പെരിഫറലാണ്. പരൈറ്റൽ എന്താണ്? പെരിഫറലിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓവറി. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മസ്റ്റാർഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 2 ടൈപ്പ് പ്ലാസൻറ്റേഷൻ പറഞ്ഞു. ഓക്കെ, ആക്സൈലും ഉണ്ട്, പരൈറ്റലും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഫ്ലോറൽ ഫോർമുല ഓഫ് ദിസ് ഫാമിലി. നിങ്ങൾക്കറിയാലോ ഈ ഫാമിലി എന്തിൻ്റെ ഫ്ലോറൽ ഡയഗ്രാണ് ഈ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഏത് ഫാമിലിയാണ്? സൊളനേഷ്യയാണ്. ഓക്കെ, സൊളനേഷ്യൻ്റെ ഫ്ലോറൽ ഫോർമുലയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാലോ സൊളനേഷ്യ ആക്ടിനോമോർഫിക് ആണ്, അതുകൊണ്ട് നമ്മളൊരു പ്ലസ് ഇട്ട് കൊടുക്കും. പിന്നെ ബൈസെക്ഷൽ ആണ്, അതുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതിട്ട് കൊടുക്കും. പിന്നെ ക്യാലിക്സ് 5 ഉണ്ട്, യുണൈറ്റഡ് ആണ്. ഓക്കെ, K5 ഇട്ട് കൊടുക്കും, യുണൈറ്റഡ് ആണ്, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ കൊറോളയും 5 ഉണ്ട്, യുണൈറ്റഡ് ആണ്. ഓക്കെ, ആൻഡ്രീഷ്യം 5 ഉണ്ട്, പക്ഷേ യുണൈറ്റഡ് അല്ല. പിന്നെ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഓവറി ഗൈനീഷ്യം സുപ്പീരിയർ ആണ്, യുണൈറ്റഡ് ആണ്. ഓക്കെ, ഇതാണ് എന്ത്? ഫ്ലോറൽ ഫോർമുല ഓഫ് സൊളനേഷ്യ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ദ ടേം എപ്പിപെറ്റാലസ് സ്റ്റേമൻ? ഓക്കെ, എന്താ എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൽസ് ആർ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേമൻ. ഓക്കെ, സ്റ്റേമനിലേക്ക് പെറ്റലുകൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഓക്കെ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എപ്പിപെറ്റാലസ്. ഓക്കെ, അപ്പോൾ എപ്പിപെറ്റാലസ് സ്റ്റേമൻ. ഓക്കെ, സ്റ്റേമനും പെറ്റലും തമ്മിൽ എന്താണ്? അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫ്രൂട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്രൂട്ട്സ് ഓഫ് കോക്കനട്ട് ആൻഡ് മാംഗോ ആർ കോൾഡ്. കോക്കനട്ടിൻ്റെയും മാംഗോൻ്റെയും ഫ്രൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഡ്രൂപ്പ് എന്നല്ലേ വിളിക്കുക? എന്താ വിളിക്കുക? ഡ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? ഓക്കെ, എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ദ ഫ്രൂട്ട്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി വാൾ. ഓക്കെ, ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടായ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. പറയും മക്കളെ, എന്താ വിളിക്കുക? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ഫിലോടാക്സി. ആൾട്ടർനേറ്റ് ഫിലോടാക്സിയും ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ആൾട്ടർനേറ്റ് ഫിലോടാക്സി എന്ന് പറഞ്ഞാൽ? ഓക്കെ, ആൾട്ടർനേറ്റ് നിങ്ങൾക്ക് അറിയാം,
ലീവ്സ് എറൈസസ് ഫ്രം ദ നോഡ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എ സിംഗിൾ ലീഫ് എറൈസസ് ഫ്രം ഈച്ച് നോഡ്. ഓക്കെ, ഓരോ നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫ് വരുന്നു. ഓക്കെ, ഓരോ നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫ് വരുന്നു. എന്നിട്ട് എന്താ നമുക്ക് പറയാൻ പറ്റും, ഓരോ നോഡിൽ നിന്ന് സിംഗിൾ ലീഫ് വന്നിട്ട് ആൻഡ് അറേഞ്ച്ഡ് ആൾട്ടർനേറ്റ്ലി. അതിനെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്യുന്നു. ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ എന്ത് കൊടുക്കാം, ചൈന റോസ് കൊടുക്കാം. ഓക്കെ, ചൈന റോസ് കൊടുക്കാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഓക്കെ, എ പെയർ ഓഫ് ലീവ്സ്, എ പെയർ ഓഫ് ലീവ്സ് അറൈസസ് ഫ്രം ഈച്ച് നോഡ്. ഓരോ നോഡിൽ നിന്ന് ഒരു പെയർ ഓഫ് ലീവ്സ് ഉണ്ട് ആൻഡ് ആർ പ്രസൻറ്റ് ഓപ്പോസിറ്റ്ലി, ഒന്നൊന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, പിന്നെ എന്താ അതിന് എക്സാമ്പിൾ നമ്മൾ കൊടുക്കുക? ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കെലോട്രോപ്പിസ് അല്ലെങ്കിൽ ഗ്വാവ, അതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിളും എന്താ സംഗതി എന്ന് ചോദിച്ചാൽ 2 മാർക്കാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ഫോളോയിങ്. അനാബീന. അനാബീന നിങ്ങൾക്ക് അറിയാലോ, സയനോബാക്ടീരിയനെ വിളിക്കുന്ന പേരാണെന്ത്, അനാബീന. അനാബീനുകൾക്ക് നൈട്രജൻ ഫിക്സേഷൻ നടത്തി കൊടുക്കുന്ന സെല്ലാണെന്ത്, ഹെട്രോസിസ്റ്റ്. നമ്മൾ പഠിച്ചതാ നൊസ്റ്റോക്കിനും അനാബീനക്കും. അടുത്തത് ഗോണിയോലെക്സ്. ഗോണിയോലെക്സ് നിങ്ങൾക്ക് അറിയാം, ഒരു ഡൈനോഫ്ലജെല്ലൈറ്റ് ആണെന്ത്, ഗോണിയോലെക്സ്. ഗോണിയോലെക്സ് എന്തുണ്ടാക്കും, റെഡ് ടൈഡ് ഉണ്ടാക്കും. അടുത്തതോ യൂഗ്ലിന. ഓക്കെ, യൂഗ്ലിനകൾക്ക് എന്തുണ്ട്, പെല്ലിക്കിൾ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓൾക്ക് സെൽ വാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, അതിൻ്റെ പേരാണെന്ത്, പെല്ലിക്കിൾ. അടുത്തത് സ്ലൈമോൾസ്. സ്ലൈമോൾസിൻ്റെ അഗ്രിഗേഷനെ വിളിക്കുന്ന പേരാണെന്ത്, പ്ലാസ്മോഡിയം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, മാച്ച് ദ ഫോളോയിങ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കിട്ടും ഈ 2 മാർക്ക്. ഓക്കെ, അടുത്ത നോക്കുക. റൈറ്റ് അബൌട്ട് ദ 2 ടൈപ്സ് ഓഫ് ഹൈഫൈൻ ഫംഗൈ. ഫംഗയിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് ഹൈഫൈ ഏതൊക്കെയാ? ഒന്നിൻ്റെ പേരാണെന്ത്, അസെപ്റ്റേറ്റ് ഹൈഫൈ. ഒന്നാമത്തിൻ്റെ പേരെന്താ, അസെപ്റ്റേറ്റ് ഹൈഫൈ. രണ്ടാമത്തിൻ്റെ പേരോ സെപ്റ്റേറ്റ് ഹൈഫൈ. അസെപ്റ്റേറ്റുമുണ്ട് സെപ്റ്റേറ്റുമുണ്ട്. ഓക്കെ, ഹൈഫ എന്താ നിങ്ങൾക്കറിയാം, ഫംഗസിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്ന ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണെന്ത്, ഹൈഫൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് അസെപ്റ്റേറ്റ് ഹൈഫയിൽ ഹൈഫൈ വിത്തൗട്ട് സെപ്റ്റ, ഹൈഫൈ വിത്തൗട്ട് സെപ്റ്റ ഓർ ക്രോസ് വാൾസ്. ഓക്കെ, എന്നാൽ സെപ്റ്റേറ്റ് ഹൈഫയിലോ, ഹൈഫൈ വിത്ത് സെപ്റ്റ ഓർ ക്രോസ് വാൾസ്. ഓക്കെ, പിന്നെ നമ്മൾ പറയാണ് അസെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് എക്സാമ്പിളാണ് എന്ത്, ഫൈക്കോമൈസെറ്റ്സ്. ഫൈക്കോമൈസെറ്റ്സ്. ഓക്കെ, പിന്നെ അസെപ്റ്റേറ്റ് ഹൈഫേൻ്റെ കേസിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ്. ഓക്കെ, ഒരു സെല്ലിൽ തന്നെ കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനൊരു പേര് വിളിക്കും. എന്താ വിളിക്കുക, സീനോസിറ്റിക് ഹൈഫേ എന്നും വിളിക്കാറുണ്ട്. അസെപ്റ്റേറ്റ് ഹൈഫയിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയതുകൊണ്ട് അവർ നമ്മൾ എന്തെന്നും വിളിക്കാറുണ്ട്, സീനോസിറ്റിക് ഹൈഫേ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ സെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് എക്സാമ്പിൾ ആണെന്ത്, ആസ്കോമൈസെറ്റ്സ്, അതുപോലെ തന്നെ ബെസിഡിയോമൈസെറ്റ്സ്, പിന്നെന്തുണ്ട്, ഡ്യൂട്ടിറോമൈസെറ്റ്സ്. എന്താ ഉള്ളത്, ഡ്യൂട്ടിറോമൈസെറ്റ്സ്. ഓക്കെ, ഇതാണ് ഫംഗസിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് ഓഫ് ഹൈഫൈ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ. റൈറ്റ് അബൌട്ട് ദ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയക്ക് 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ? ഒന്നാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണെന്ത്, ഫിഷൻ. ഓക്കെ, ഇവർക്ക് നോർമൽ കണ്ടീഷനിൽ ഇവരെന്താ കാണിക്കുക, ഫിഷനാണ് കാണിക്കുക. സിമ്പിൾ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് മക്കളെ സ്പോർ ഫോർമേഷൻ. ഒരു സ്പോർ ഫോർം ചെയ്യും. ഓക്കെ, സ്പോർ ഫോർമേഷൻ എപ്പോഴാണ് കാണിക്കുക എന്നോ, സ്പോർ ഫോർമേഷൻ കാണിക്കുക ഇവർക്കൊരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴാണ്. ഓക്കെ, ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുക, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് എന്ത്, സ്പോർ ഫോർമേഷൻ. മൂന്നാമത്തത് എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോലെയാണ്. ഓക്കെ,
എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കംപ്ലീറ്റ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോലെയാണ്. വിച്ച് ഇൻവോൾവ്സ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA transfer, a primitive type of DNA transfer from one bacterium to another. ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ നടത്തുക, അതാണെന്ത് എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോലെ എന്നുള്ളൊരു അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. അടുത്തത്, റൈറ്റ് ദ ക്രൈറ്റീരിയാസ് യൂസ്ഡ് ബൈ വിറ്റാക്കർ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ക്രൈറ്റീരിയകൾ നമുക്ക് നോക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഏതൊക്കെയാണ് ക്രൈറ്റീരിയകൾ? ഒന്നാണെന്ത് സെൽ സ്ട്രക്ചർ, രണ്ടാമത്തതോ ബോഡി ഓർഗനൈസേഷൻ, പിന്നെ മൂന്നാമത്തതോ മോഡ് ഓഫ് ന്യൂട്രീഷൻ, നാലാമത്തതോ റീപ്രൊഡക്ഷൻ, അഞ്ചാമത്തതോ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ 5 ക്രൈറ്റീരിയാസ് ആണ് വിറ്റാക്കർ എന്ത് ചെയ്തത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയകളായിട്ട് ഉപയോഗിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ്സ് ആർ ഓട്ടോട്രോഫ്സ്, സം ഓഫ് ദം ആർ പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. യെസ്, മിക്കവാറും അനിമൽസും ഓട്ടോട്രോഫ്സ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ചില അനിമൽസ് അല്ല, പ്ലാന്റ്സ്. ഓക്കെ, എന്നാൽ ചില പ്ലാന്റ്സ് എന്താണ് പാർഷ്യൽ ഹെറ്ററോട്രോഫ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് പ്ലാന്റ്സ്? ഓക്കെ, നമുക്കറിയാം 2 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഉണ്ട്. ഇൻസെക്ടിവോറസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനെ കഴിക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചില പ്ലാന്റുകൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്തായിട്ട് ആക്ട് ചെയ്യുക? പാരസൈറ്റ്. ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സിന് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്നാമത്തത് വീനസ് ഫ്ലൈ ട്രാപ്പ്, രണ്ടാമത്തതോ ബ്ലാഡർ വേർട്ട്. ഓക്കെ, പിന്നെ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ആണെന്ത്? കസ്ക്യൂട്ട. പറയാം മക്കളെ, എന്താ എക്സാമ്പിൾ? കസ്ക്യൂട്ട. ഓക്കെ, ഇതാണെന്ത് ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തത് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. നോക്കൂ, ബേസ്ഡ് ഓൺ ദ സിമെട്രി ദ ഫ്ലവേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദം. ഓക്കെ, സിമെട്രിക്ക് അനുസരിച്ച് ഫ്ലവേഴ്സിനെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വണ്ണാണെന്ത്? ആക്ടിനോമോർഫിക് അഥവാ അതിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? റേഡിയൽ സിമെട്രി. എന്താ വിളിക്കുക? റേഡിയൽ സിമെട്രി. എന്താ ആക്ടിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ divides the flower into 2 equal halves. 2 ഈക്വൽ ഹാഫുകളാക്കി തിരിക്കും. എന്തൊക്കെയാ എക്സാമ്പിൾ? ഓക്കെ, ആക്ടിനോമോർഫിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിളാണ് എന്തൊക്കെ? മസ്റ്റാർഡ്, ഡറ്റ്യൂറ, ചില്ലി. 3 എക്സാമ്പിൾ. ആക്ടിനോമോർഫിക്, മസ്റ്റാർഡ്, ഡറ്റ്യൂറ, ചില്ലി. ഓക്കെ, രണ്ടാമത്തത് സൈഗോമോർഫിക്കിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? ബൈലാറ്ററൽ സിമെട്രി എന്ന് വിളിക്കും. ഓക്കെ, എന്താ സൈഗോമോർഫിക്? only a single plane passing through the center divides the organism into divides the flower into 2 equal halves. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ കൊടുക്കുക? പയർ. ഓക്കെ,
പിന്നെ ഗുൽമോഹർ, പിന്നെ ബീൻ, കാസിയ. ഓക്കെ, ഇതാണെന്ത് സൈഗോമോർഫിക്. ഓക്കെ, മൂന്നാമത്തതോ അസിമെട്രി. ഓക്കെ, അസിമെട്രി. എനി പ്ലെയിൻ passing through the center doesn't divide the flower into two equal halves. ഓക്കെ, എന്താ അതിന് എക്സാമ്പിൾ ആണെന്ത് ക്യാന. പറയാം മക്കളെ, എന്താ എക്സാമ്പിൾ ക്യാന. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് ഡിഫൈൻ ഫിലോടാക്സി. ഓക്കെ, ദ പാറ്റേൺ ഓഫ് arrangement of leaves. Okay, arrangement of leaves on stem is called phyllotaxy. Explain any two types of phyllotaxy. നമുക്കറിയാലോ 3 ടൈപ്പ് ഫിലോടാക്സി ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് ആൾട്ടർനേറ്റ് ഫിലോടാക്സി. ഓക്കെ, രണ്ടാമത്തതോ ഓപ്പോസിറ്റ് ഫിലോടാക്സി. മൂന്നാമത്തതോ വേൾഡ് ഫിലോടാക്സി. ഓക്കെ, 3 ടൈപ്പ് ഫിലോടാക്സി ഉണ്ട്. ഓക്കെ, എന്താ ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ആൾട്ടർനേറ്റിൽ പിന്നെ അതായത് ഒരു സ്റ്റെം ഉണ്ടെങ്കിൽ, അതായത് ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് മാത്രമേ വരുള്ളൂ. അതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് ഇടവിട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെയാണ്. ഓപ്പോസിറ്റ് ഫിലോടാക്സി എന്ന് പറഞ്ഞാലോ ഒരു നോഡിൽ നിന്ന് 2 ലീഫ് വരും, അതാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. വേൾഡ് ഫിലോടാക്സിലോ ഒരൊറ്റ നോഡിൽ നിന്ന് ഒരുപാട് ലീഫുകൾ ഒന്നിച്ച് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേൾഡ് ഫിലോടാക്സി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ 3 സയൻറ്റിസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഡിസ്കവറി ഓഫ് വൈറസ് ആൻഡ് വാട്ട് ദേ ഡിസ്കവേർഡ്. ഒന്നാമത്തെ സയൻറ്റിസ്റ്റ്. ഓക്കെ, ആരാ ഒന്നാമത്തെ സയൻറ്റിസ്റ്റ്? ദിമിത്രി ഇവനോസ്കി. ഓക്കെ, എന്താ ഇവനോസ്കി എന്താ കണ്ടുപിടിച്ചത്? ഓക്കെ, ഇവനോസ്കി ആണ് കണ്ടുപിടിച്ചത്, അതായത് ടൊബാക്കോ പ്ലാന്റ്സിൽ ഒരു അസുഖമുണ്ട്, മൊസൈക്ക് ഡിസീസ്. ഓക്കെ, മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ചില ഓർഗാനിസങ്ങളെ ദിമിത്രി ഇവനോസ്കി എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഓക്കെ, ടൊബാക്കോ പ്ലാന്റ്സിൽ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ദേ ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയനേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞു. ബിക്കോസ് ദേ പാസ്ഡ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. രണ്ടാമത്തത് MW ബെയ്ജറിനെക്. ഓക്കെ, MW ബെയ്ജറിനെക്. എന്താ MW ബെയ്ജറിനെക് കണ്ടെത്തിയത്? MW ബെയ്ജറിനെക് പാസ്ഡ് ആൻ എക്സ്ട്രാക്ട് to a plant which caused infection. ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റിൽ നിന്ന് ഒരു ഹെൽത്തി പ്ലാന്റിലേക്ക് ഈ പറയുന്ന മൊസൈക്ക് ഡിസീസിൻ്റെ എക്സ്ട്രാക്ട് എടുത്ത് പാസ് ചെയ്തപ്പോൾ ആ പറയുന്ന ഹെൽത്തി പ്ലാന്റിൽ എന്ത് വന്നു? ഇൻഫെക്ഷൻ വന്നു. ഓക്കെ, എന്നിട്ട് അയാളാണ് MW ബെയ്ജറിനെക്കാണ് വൈറസ് എന്നുള്ള പേരിട്ട് കൊടുത്തത്. അയാൾ പാസ് ചെയ്ത ഫ്ലൂയിഡിനെ അയാൾ വിളിച്ച പേരാണെന്ത്? കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഓക്കെ, എന്താ വിളിക്കുക? കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഓക്കെ, എന്താ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. കണ്ടേജിയം വൈവം ഫ്ലൂയിഡം ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. പിന്നെ മൂന്നാമത്തത് WM സ്റ്റാൻലി. ഓക്കെ, WM സ്റ്റാൻലി അയാൾ പറഞ്ഞു വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ്. വൈറസുകളെ എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ദിസ് ക്രിസ്റ്റൽ ലാർജ്ലി കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ്. ഈ ക്രിസ്റ്റലുകളിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ആര്? WM സ്റ്റാൻലി. ഓക്കെ, അതിൽ ദിമിത്രി ഇവനോസ്കി ഈ സാധനങ്ങൾ കണ്ടെത്തിയ വർഷം 1892 ആണ്. വർഷങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. MW ബെയ്ജറിനെക് ആണെങ്കിൽ 1898 ആണ്. WM സ്റ്റാൻലി ആണെങ്കിൽ 1935 ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എവിടെ ഉള്ളത്, നമ്മുടെ ഫിൻടെസ്റ്റിൻ്റെ ബോട്ടണി ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ സുവോളജി ഭാഗമാണെങ്കിലും ബോട്ടണി ഭാഗമാണെങ്കിലും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ നല്ല രൂപത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തൊക്കെ എഴുതി എന്തൊക്കെ എഴുതിയില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഈ ഒരു എക്സാമിന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അടുത്ത ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിച്ചത് ഇവിടെ തെറ്റിച്ചു, പക്ഷേ ബോർഡ് എക്സാമിന് അത് എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൗൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.